ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ബിജെപിയും തമ്മിലുള്ള സ്ഥാനാർത്ഥി വിഭജനം സമാധാനമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. RJDU, ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ തുടർന്നുള്ള പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ വളരെ സമാധാനപരമായി NDA സഖ്യം കാര്യം നടപ്പാക്കിയിരിക്കുന്നത്. BJP 17 സീറ്റിലും നിതീഷ് കുമാറിന്റെ JDU 16 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. ഇതോടെ സഖ്യത്തിലെ JDUവിന്റെ വലിയേട്ടൻ റോളും അവസാനമായിരിക്കുകയാണ്. BJP ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 5 സീറ്റിൽ മത്സരിക്കും. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര കുശ്വാഹയുടെ RLMഉം ഓരോ സീറ്റിൽ വീതം മത്സരിക്കും. BJPയുടെ കരുത്ത് പൂർണ്ണമായും പ്രകടമായ സീറ്റ് വിഭജനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്നാൽ ചിരാഗ് പസ്വാന്റെ അമ്മാവൻ പശുപതി പരീസിന്റെ നേതൃത്വത്തിലുള്ള LJP ഇപ്പോൾ NDAയുടെ ഭാഗമല്ല. ഇവർക്ക് പസ്വാൻ വോട്ടിൽ സ്വാധീനമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സഖ്യത്തിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. പസ്വാൻ വോട്ടിൽ ചിരാഗിന് പൂർണ്ണമായ സ്വാധീനമുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. പാസ്വാൻ സമുദായം മൊത്തം വോട്ട് ബാങ്കിന്റെ 6% വരും. അതേസമയം LJPയുടെ ഉരുക്കുകോട്ടയായ നവാഡയിൽ ഇത്തവണ BJP മത്സരിക്കും. ഷിഹോഹർ JDUവിനും നൽകും. പകരം ഗയയും കാരക്കാട്ടും BJP ഏറ്റെടുക്കും. കിഷൻഗഞ്ചും JDUവിന് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ സീറ്റിൽ കോൺഗ്രസിനോട് തോറ്റിരുന്നു JDU. ഷിയോഹർ സീറ്റിനായി വൻ വിലപേശലാണ് നിതീഷ് കുമാർ നടത്തിയതെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ സീറ്റ് JDUവിന് ലഭിച്ചത്. ലവ്ലി ആനന്ദിനെ ഇവിടെ നിന്ന് പാർട്ടി മത്സരിപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസമാണ് ലവ്ലി JDUവിൽ ചേർന്നത്. മുൻ MP ആനന്ദ് മോഹന്റെ ഭാര്യയാണ് ലവ്ലി ആനന്ദ്. മുൻ RJD MLA ആയ ചേതൻ ആനന്ദിന്റെ അമ്മ കൂടിയാണവർ. നേരത്തെ വിശ്വാസ വോട്ടെടുപ്പിന്റെ സമയത്ത് ചേതൻ JDUവിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സഖ്യം വിട്ടെന്നും JDUവിനെ ബാധിക്കില്ലെന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. NDA 40 സീറ്റിലും വിജയിക്കുമെന്നാണ് JDU നേതാവ് സഞ്ജയ് ജ പറയുന്നത്. അതേസമയം 2019 വലിയ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും BJPയും JDUവിന്റെ സീറ്റ് കാര്യത്തിൽ തുല്യമായിരുന്നു. എന്നാൽ ഇത്തവണ നിതീഷ് അങ്ങനെയല്ല. ഇതോടെ 50-50 ഫോർമുല പൊളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് NDAയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഇനി ഒരിക്കലും BJP സഖ്യം വിട്ട് പോകില്ലെന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു. അതേസമയം മറുവശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൽ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമാവുകയാണ്. സീറ്റ് വിഭജനത്തെ ചൊല്ലിയാണ് RJDയും കോൺഗ്രസും ഉൾപ്പെടെ മഹാസഖ്യത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ചമ്പാരൻ, നവാഡ, ഹാജിപൂർ, ഗോപാൽഗഞ്ച് എന്നീ സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് RJDയും കോൺഗ്രസും. കത്തിഹാർ സീറ്റിനായി RJDയും കോൺഗ്രസും മാത്രമല്ല ഇടതു പാർട്ടികളും രംഗത്തുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.